വെരി സിമ്പിൾ. ക്ലിയർ? ഇത് നമ്മൾ വൈകിട്ട് 7:30 ശേഷം ചെയ്യരുത്, രാവിലെ 10 മണിക്ക് ശേഷവും ചെയ്യരുത്. എന്നും ചെയ്താൽ അത്രയും നമുക്ക് യോഗ, അമൃതവേള യോഗമൊക്കെ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഈ നിമിഷം വരെ കിട്ടിയ ഈ ശ്വാസത്തിന് വരെ എൻ്റെ മുന്നിൽ വന്ന എല്ലാത്തിനും, ആഹാരത്തിന്, വസ്ത്രത്തിന്, പാർപ്പിടത്തിന്, വാഹനത്തിന്, അമ്മയായി വന്ന, അച്ഛനായി വന്ന, ഗുരുവായി വന്ന, അറിവായി, സഹോദരങ്ങളായി, ബന്ധുജനങ്ങൾ എല്ലാം സൗഖ്യവും സന്തോഷവും സുഖകരവും ശാന്തവുമായി തീരട്ടെ എന്ന് ആശംസിക്കുക. കാര്യം ഞാൻ ഈ നിമിഷം ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം അവരെല്ലാവരുമാണെന്ന് ഓർമ്മിച്ച് അവർക്കെല്ലാം നന്മ പറയുക. പ്രപഞ്ച കാരണമായ സദ്ഗുരുവിന് നന്ദി പറയുക. ആത്മസ്വരൂപത്തിൽ കൈ പുറകിലേക്ക് വെച്ച് താങ്ക് യു. ഓം ശാന്തി. നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. യോഗ ഡേ നമുക്കെല്ലാം അറിയാം. 2015 ആദ്യത്തെ യോഗാ ദിനം. ഇന്ന് ഓരോ വർഷവും യോഗാ ദിനത്തിന് ഓരോ തീം, ഓരോ സ്ലോഗനായിട്ട് പറയാറുണ്ട്. ഈ വർഷത്തെ യോഗ ഡേയുടെ തീം ഇതാണ്: യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. സ്വയത്തിനും സമൂഹത്തിനും വേണ്ടി യോഗ എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ വർഷത്തെ യോഗാ ദിനം ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചടങ്ങുകൾ, യോഗാ ദിനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ചടങ്ങിന് സ്വാഗതം പറയാനായിട്ട് ലതാ സിസ്റ്ററിനെ ക്ഷണിക്കുകയാണ്. ലതാ സിസ്റ്റർ ബ്രഹ്മകുമാരീസ് ആറ്റിങ്ങൽ സെന്ററിൻ്റെ ചാർജ് വഹിക്കുന്ന സിസ്റ്ററാണ് ലതാ സിസ്റ്റർ. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട ആത്മീയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമുക്കറിയാം ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗാ ദിനമാണ്. വിശ്വം മുഴുവനും ഇന്ന് യോഗ ഡേ ആഘോഷിക്കുകയാണ്. അതായത് എല്ലാ സംഘടനകളും, സ്കൂളുകളും, ഓഫീസും, കോളേജും, എല്ലാ യോഗ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം വിശ്വം മുഴുവനും ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം, അതായത് ലോകമെമ്പാടും 150 രാജ്യങ്ങളിലായിട്ട് ബ്രഹ്മകുമാരീസും ഇന്ന് യോഗ ദിനം ആചരിക്കുകയാണ്. വിശ്വത്തിന് മുഴുവൻ ഭാരതം നൽകിയ ഏറ്റവും മഹത്തായ സംഭാവനയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നേരത്തെ കാണിച്ചതുപോലെയുള്ള ഭിന്ന ഭിന്ന ആസനങ്ങൾ, പ്രാണായാമങ്ങളുടെ ചിത്രങ്ങളൊക്കെയാണ്. അതല്ലേ ഓർമ്മ വരുന്നത്, ഇല്ലേ? ഭിന്ന ഭിന്ന. അപ്പോൾ നമുക്കറിയാം ഇത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഏത് ഈ ആസനങ്ങൾ, ഈ യോഗ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ പ്രാധാന്യമാണ്. അപ്പം എന്നാൽ സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെയും ആരോഗ്യമാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രം പോരാ സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പര്യാപ്തമല്ല. അപ്പം മനസ്സിൻ്റെ ആരോഗ്യം വളരെ ആവശ്യമാണ്. അപ്പം ശരീരത്തിൻ്റെ എക്സസൈസ് ശരീരത്തെ സ്ട്രോങ് ആക്കി മാറ്റും. അതുപോലെ മനസ്സിൻ്റെ എക്സസൈസ്, മനസ്സിനെ സ്ട്രോങ് ആക്കി മാറ്റാനുള്ള എക്സസൈസാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സിനെയും ശരീരത്തിനെയും സ്ട്രോങ് ആക്കി മാറ്റാനുള്ള ഏകമാത്ര ഉപാധി ഇല്ലെങ്കിൽ ഒറ്റമൂലി ഔഷധം എന്ന് പറയുന്നത് രാജയോഗ മെഡിറ്റേഷനാണ്. നമുക്കറിയാം അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ വികൃതമായ മനസ്സിൽ നിന്നാണ്. അപ്പം ആ മനസ്സിനെ നമ്മൾ നേരെയാക്കി മാറ്റിയാൽ ബാക്കി എല്ലാ ആരോഗ്യങ്ങളും നേരെയായിട്ട് മാറും, നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വിശ്വം മുഴുവനും, അതായത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് യോഗ ഡേ ആചരിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം നമ്മൾ ആചരിക്കേണ്ട, അഭ്യസിക്കേണ്ട ഒന്നല്ല, നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റേണ്ടതാണ് യോഗ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുപരിചിതനായി ആയിരിക്കും ഇദ്ദേഹത്തെ. അപ്പോൾ ഇവിടെ യോഗ ഡേയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയത് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ MLA CI ബാലകൃഷ്ണ അവർകളാണ്.
അപ്പോൾ അദ്ദേഹം തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് KSUയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്തി. പിന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ട് മാറി, പിന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായി, പിന്നെ യൂത്ത് കോൺഗ്രസ് ഐയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് മാറി, വയനാട് ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സുൽത്താൻ ബത്തേരിയുടെ മണ്ഡലത്തിൽ നിന്ന് വിജയിയായി ആദ്യമായി നിയമസഭയിലെത്തി. ഇപ്പോഴും അദ്ദേഹം തൻ്റെ വിജയത്തിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദിവാസി കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അതിനോടൊപ്പം തന്നെ BSNLന്റെ ഉപദേശക സമിതി അംഗവും കൂടിയാണ്. ഇദ്ദേഹം നമ്മുടെ ബ്രഹ്മകുമാരി ശ്രീശ്വരി വിശ്വവിദ്യാലയമായിട്ടുള്ള ക്ലോസ് കണക്ഷനിൽ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ മൗണ്ട് അബു രാജസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇനിയും ഈ നാടിന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. അടുത്ത അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളുടെ വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖ സ്ഥാപനമാണ് പോത്തീസ് എന്ന് പറയുന്നത്. നമ്പർ 1 സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. ആ പോത്തീസിന്റെ MD ആയ ശ്രീ മഹേഷ് അവർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പം അദ്ദേഹം 20 വർഷക്കാലമായി റെഗുലർ സ്റ്റുഡൻ്റാണ് മഹേഷ് അവർ. അദ്ദേഹം ഓരോ വർഷവും നമ്മുടെ ഹെഡ്ക്വാർട്ടർ സന്ദർശിക്കാറുണ്ട്. അപ്പം അദ്ദേഹം നേടിയ മെഡിറ്റേഷൻ്റെ ബെനിഫിറ്റ് തൻ്റെ ജീവനക്കാർക്കും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡെയിലി ഇവിടെ ക്ലാസ്സുകൾ, അതായത് ഈ രാജീവ് മെഡിറ്റേഷൻ്റെ ക്ലാസ്സുകൾ നടത്തുന്നു. ഒപ്പം തന്നെ എല്ലാവരുടെയും മനസ്സിനെ ശാന്തവും ശക്തമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ റൂം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ വിശാല മനസ്സിന്റെ ഉടമയാണ്. ഓരോ ജീവനക്കാരെയും തൻ്റെ സഹോദരനായിട്ട് കണക്കാക്കുന്ന വിശിഷ്ട വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനും ബ്രഹ്മകുമാരി ശ്രീശ്വരി വിശ്വവിദ്യാലയത്തിന്റെ പേരിൽ ഈ യോഗ ഡേ പ്രോഗ്രാമിലേക്ക് സഹർഷ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. പിന്നെ ആരെയാണ് പരിചയപ്പെടുത്തേണ്ടത്? നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ മിനി സിസ്റ്ററിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ട്രിവാൻഡ്രം ബ്രഹ്മകുമാരീസിന്റെ ഡയറക്ടറാണ് മിനി സിസ്റ്റർ. ഇന്ന് രാജീവ് മെഡിറ്റേഷൻ എന്താണെന്നോ അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് സിസ്റ്റർ ഇവിടെ സന്നിധിയെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സിസ്റ്ററിനെ നമുക്കറിയാം, വളരെ ചെറുപ്പകാലം തൊട്ടേ ഈ ആത്മീയ സേവന രംഗത്ത് തൻ്റെ ജീവിതം സമർപ്പിച്ചു. തൻ്റെ സേവനം പല സ്ഥലങ്ങളിൽ നൽകി. ഇപ്പം 30 വർഷത്തോളം, അതിനെക്കാട്ടിലും കൂടുതൽ വർഷമായി പല സ്ഥലങ്ങളിലും തൻ്റെ സേവനം നൽകിയിട്ട് ഇപ്പം 30 വർഷത്തോളം ട്രിവാൻഡ്രം ജില്ലയുടെ സാരഥ്യം വഹിക്കുന്നു. അപ്പോൾ ട്രിവാൻഡ്രം ബ്രഹ്മകുമാരി ശ്രീശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ സേവനങ്ങളുടെ വളർച്ചയുടെ നെടും തൂണായ സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആത്മീയ സഹോദരന്മാർക്കും ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. ഓം ശാന്തി.
ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ സഹോദരി മിനി സിസ്റ്റർ, ഈ സ്ഥാപനത്തിൻ്റെ MD പ്രിയപ്പെട്ട മഹേഷ് അവറുകൾ, പ്രിയപ്പെട്ട ലതാ സിസ്റ്റർ, പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി, ബ്രഹ്മ ബാബയുടെ പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര യോഗ ദിനം ഈ രാജ്യത്തും ലോകത്തും എല്ലാവരും ആചരിക്കുകയാണ്. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയം ഈ ലോകത്തും രാജ്യത്തും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി രാജയോഗ മെഡിറ്റേഷനിൽ കൂടി വ്യക്തിത്വ വികസനത്തിൻ്റെ സ്വന്തം ഉടമകളെ ശാരീരികമായും മാനസികമായും ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ആ കണക്ടിവിറ്റി പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് ക്രമസമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് മനോഹരമായ യോഗ ക്ലാസ് നടക്കുകയായിരുന്നു. ഒരു വിദ്യാലയം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ഇന്ന് കുട്ടികളെ പ്രൈമറിയിൽ അയച്ചിട്ടാണ് അവർ ഹയർ എഡ്യൂക്കേഷന് പോകുന്നത്. രാജയോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ കൊച്ചു കുട്ടികൾ മുതൽ എത്രയോ പ്രായമുള്ള നമ്മുടെ മുതിർന്ന മാതാപിതാക്കൾക്കും ചെയ്യാൻ കഴിയുന്നതും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സത്യത്തിൽ നമ്മുടെ മനസ്സും ശരീരവുമുള്ള കണക്ടിവിറ്റി, ശാരീരികമായ അസ്വസ്ഥതകൾ ഒരു ബേസ്റ്റ് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ യോഗാസനവും അങ്ങനെയുള്ള പ്രക്രിയകൾ, പ്രാണായാമമൊക്കെ നടത്തുന്നത്. നമുക്കറിയാം ജ്ഞാനം, അതിന് പ്രത്യേക രീതികളുണ്ട്. ജ്ഞാനത്തിൻ്റെ പ്രത്യേകത, ഓരോന്നിനും ഓരോ സബ്ജക്റ്റ്, ഓരോ ഘടകങ്ങളുണ്ട്. നമ്മുടെ ഓരോ വിഷയങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ എടുക്കുന്ന രീതികളുണ്ട്. അത് മനുഷ്യ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. ജ്ഞാനം, ഭക്തി, കർമ്മം, ക്രിയ, ഇതൊക്കെ സ്വയം നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. സത്യത്തിൽ ഇത് 4ഉം എങ്ങനെയാണ് ഏകോപിപ്പിക്കുക? ആ ഏകോപനം നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ ജ്ഞാനം മറ്റൊരു വഴി, കർമ്മം വേറൊരു ദിശയിൽ, ഭക്തി വേറൊരു ദിശയിൽ, ക്രിയ മറ്റേതോ സ്ഥലത്താണെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രയോജനം ലഭിക്കില്ല. പ്രയോജനത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന
ജോലിക്ക് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ഇത് 4 ഏകോപിപ്പിക്കാൻ കഴിയണം. നമ്മൾ യോഗാസനം ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രാണായാമം ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് നീക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സ് ഉണ്ടാകണം. മനസ്സുണ്ടാകണമെങ്കിൽ ശാരീരികമായ ശുദ്ധി നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഭക്തിയിൽ നമ്മൾ ആത്മീയമായ രീതികളിലേക്ക് മാറണം. നമ്മുടെ സർവ്വ മനസ്സും പരമാത്മാവിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. അതിനങ്ങനെ സമർപ്പിച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സൊക്കെ നിഷ്കളങ്കതയിലേക്ക് വരുള്ളൂ. സത്യം നമുക്കൊക്കെ മനുഷ്യരാണ്. നമ്മളെല്ലാവരും വിവിധ തൊഴിലുകൾ ചെയ്യുന്നവർ, വിവിധ ജോലികൾ ചെയ്യുന്നവർ, വിവിധ മേഖലയിൽ യാത്ര ചെയ്യുന്നവർ, വിവിധ രീതിയിൽ സംസാരിക്കുന്നവർ, വിവിധ സ്വഭാവമുള്ളവർ, വിവിധ രീതിയിൽ പ്രതികരിക്കുന്നവർ ഒക്കെയാണ് നമ്മൾ. അപ്പം അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാറുണ്ട്. നമുക്ക് കുടുംബജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകാറുണ്ട്, വിദ്യാഭ്യാസ രീതിയിൽ ടെൻഷൻ ഉണ്ടാകാറുണ്ട്, നമ്മൾ ചെയ്യുന്ന തൊഴിൽ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. നമ്മളൊക്കെ ടെൻഷൻ വരുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇവിടെ ശ്വാസമെടുത്ത് ശ്വാസം ഒഴിവാകുന്ന പ്രക്രിയ കാണിച്ചു. നിങ്ങൾ പരീക്ഷിക്കണം. നമുക്കൊരു ടെൻഷൻ മനസ്സിൽ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്വാസം നന്നായിട്ട് എടുക്കുക, ഉള്ളിലോട്ട് എടുക്കുക. നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്നു ടെൻഷൻ കൊണ്ട്, എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടാകുന്നു. അപ്പം നമ്മൾ സ്വയം ചെയ്യാൻ കഴിയും. അതിന് നമുക്ക് എന്താ പറയുക, പണം കൊടുക്കേണ്ട, ഒരാളുടെ സഹായം തേടേണ്ട, ഉപദേശം തേടേണ്ട, ഒന്നും വേണ്ട. ഉറക്കത്തിലും അല്ല കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്രയിലും ജോലിയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മുടെ ശ്വാസം നന്നായിട്ടെടുത്ത് ആ ശ്വാസം പതുക്കെ പുറത്തോട്ട് വിടുക. ഒരു ടെൻഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്രിയയാണത്. സത്യത്തിൽ ഇവിടെ ഗീതാ സിസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ വളരെ ചെറുപ്പത്തിൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയതാണ്. ഒരു ചെറിയ ഗ്രാമീണ മേഖലയിൽ വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ്. ഇന്ന് ഞാൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്, മാനസികമായിട്ട് വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്, ടെൻഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതൊക്കെ ധർണം ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ടെൻഷൻ മാറ്റാൻ മിനി സിസ്റ്റർക്ക് കഴിയില്ല. ഞാൻ തന്നെ വിചാരിക്കണം. അപ്പോൾ ആ ടെൻഷൻ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ നമുക്ക് മിനി സിസ്റ്റർ വഴിയും അല്ലെങ്കിൽ മറ്റ് യോഗ ആചാര്യന്മാരുടെ വഴിയൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് നമ്മുടെ മെമ്മറിയിൽ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് തന്നെ പ്രഭാഷണങ്ങൾ, ദർശനങ്ങൾ, ആത്മീയ യാത്രകൾ ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായി പരമാത്മാവിൻ്റെ അനുഗ്രഹവും ദർശനവും എൻ്റെ ജീവിതത്തിൽ
എനിക്ക് ലഭിക്കുന്നുണ്ട്, ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ടെൻഷനൊക്കെ എനിക്ക് മാറ്റാൻ കഴിയും. നമ്മളിന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, അല്ലെങ്കിൽ 3:30-ക്ക്, സിസ്റ്ററൊക്കെ 3:30-ക്ക് എഴുന്നേൽക്കൂ അല്ലേ? സിസ്റ്റർ 3:30-ക്ക് എഴുന്നേൽക്കൂ. നമ്മളൊക്കെ ഒരു 5, 5:30, 6 മണി ഒക്കെ എഴുന്നേൽക്കും. സത്യത്തിൽ നമ്മൾ ഓരോ ദിവസവും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പൂർവികരും നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ പറയും, ഒരു ഭൂതകാല ചരിത്രമുണ്ട് കേട്ടോ. നമ്മൾ ആരെങ്കിലും ഒരു ഭൂതകാല ചരിത്രത്തിലേക്ക് ചിന്തിക്കാറുണ്ടോ? നമ്മൾ നടക്കുമ്പോൾ പുറകോട്ടും നോക്കാറുണ്ടോ? ആരും ഇപ്പം നോക്കാറില്ല. ഇപ്പോൾ വളർന്നവർ നമ്മുടെ മക്കളൊക്കെ, നമ്മളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഫിസിക്കലായിട്ടുള്ളൊരു ഭൂതകാല ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊരു ഭൂതകാല ചരിത്രത്തിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കടന്നു വന്ന വഴി, നമ്മുടെ മെമ്മറി ക്ലിയർ ചെയ്യുക, കടന്നു വന്ന വഴി. ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു. ഒരു ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, അതല്ലേ? കഴിഞ്ഞ കാലം, നടന്നുകൊണ്ടിരിക്കുന്ന കാലം, വരാൻ പോകുന്ന കാലം. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക, ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, നാളെ ഞാൻ എന്ത് ചെയ്യണം. സ്വയം തീരുമാനിക്കേണ്ടതാരാ? നമ്മൾ തന്നെയാണ് സ്വയം ചിന്തിക്കേണ്ടത്. ഇന്ന് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ, നമ്മൾ രാവിലെ എന്നും നമ്മൾ രാവിലെ അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, രാത്രി ഒരു 9 മണിയോടുകൂടി 10 മണിക്കിടയ്ക്ക് നമ്മൾ കിടന്നുറങ്ങുന്നു. ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഒരു നിമിഷം, എനിക്ക് വേണ്ടി മിനി സിസ്റ്റർ എന്തായാലും ചിന്തിക്കില്ല, അല്ലെങ്കിൽ മഹേഷ് ഏട്ടൻ ചിന്തിക്കില്ല, എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചിന്തിക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിനൊന്ന് ശുദ്ധിയാക്കണം. കിടക്കാൻ നേരത്ത് നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയുന്ന മനസ്സൊന്ന് ശുദ്ധിയാക്കും. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റു, എൻ്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്തു, പുറത്തോട്ടിറങ്ങി. അങ്ങനൊരു ഒരു 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 മനസ്സ് ഇങ്ങനെ ഓടിക്കുക. ആരൊക്കെ കണ്ടു, ആരൊക്കെ സംസാരിച്ചു, ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആരോടെയും മോശമായി സംസാരിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും തെറ്റുകൾ ഇന്ന് വന്നിട്ടുണ്ടോ, അത് തിരുത്താൻ, അത് എന്തെങ്കിലും ആരോടും തിരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ചെയ്ത നന്മയും തിന്മയും മനസ്സിലാക്കാൻ കഴിയുക. തെറ്റെയ്ത തിന്മയാണ്, നന്മയല്ല. അപ്പോൾ തിന്മ മാത്രം നമ്മൾ ഒരു സെലക്ട് ചെയ്തിട്ട്, നന്മ മാത്രം സെലക്ട് ചെയ്ത് തിന്മ നമുക്ക് ഒഴിവാക്കാം. തിന്മ ഒഴിവാക്കാൻ എങ്ങനെയാണ്? ചേച്ചിയോട് ഫോൺ വിളിച്ചപ്പോൾ, ചേച്ചി പിന്നെ വിളിക്കും കേട്ടോ, തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോൾ ചേച്ചി ചിന്തിക്കും, എന്താ ചിന്തിക്കുക? അയ്യോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചിട്ട് എമ്മല്ലേ ഫോണെടുത്ത് സംസാരിച്ചില്ലല്ലോ എന്ന് ചേച്ചിയുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാവും. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, ചേച്ചിയുടെ പേരെന്താ? ശാന്തകുമാരി ചേച്ചി. ഞാൻ ശാന്തകുമാരി ചേച്ചി വിളിച്ചായിരുന്നല്ലോ, എന്തോ കാര്യം പറയാം. എൻ്റെ മനസ്സൊരു അലട്ടുന്നൊരു സംഭവമായിരിക്കും. ഞാൻ പിറ്റേന്ന് രാവിലെ വർത്തമാന കാലഘട്ടത്തിൽ, ഭൂതകാലത്തിൽ നടന്നൊരു സംഭവം വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട്, ചേച്ചി, ശാന്തകുമാരി ചേച്ചി എന്താണ് എന്നെ വിളിച്ചത്? ചേച്ചിയോട് പറയും, എന്ന കാര്യത്തിനാണ് വിളിച്ചത്. അത് ഇന്നലെ അങ്ങേ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പ്രയാസപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു മാനസിക, അപ്പോൾ ഞാനും ചേച്ചിയായിട്ടൊരു മനസ്സ് തുറന്ന് സംസാരിച്ചാലേ അത് ക്ലിയറായി. അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന വേസ്റ്റ് അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയണം. സത്യത്തിൽ ബ്രഹ്മകുമാരി സിസ്റ്റേഴ്സിൻ്റെ ബ്രഹ്മഭാവയുടെ പരമാത്മാവിൻ്റെ ഒക്കെ കൃഷ്ണഭഗവാന്റെ ഒക്കെ ആത്മീയ ദർശനം ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, യാത്രകൾ ഒരുപാട് പിന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരുപാട് യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ആ യാത്രയിലൊക്കെ ഞാൻ ഇങ്ങനെ അവിടെയൊക്കെ പോകാറുണ്ട്.
ടൂറിസം ഡെസ്റ്റിനേഷൻ സെൻറ്ററുകളിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്, MLA-മാരായി അല്ലാതെയൊക്കെ. പക്ഷെ വലിയൊരു ലോകം നമ്മളെ കാത്തു നിൽക്കുന്നു, രാജസ്ഥാനിലെ മൗണ്ട് അബുൽ. വലിയൊരു ലോകം. ഒരു ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള മാനസികമായി നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി, ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അവിടെ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്നും വളർന്നു വന്ന പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ബ്രഹ്മബാബ വളരെ പെട്ടെന്ന് ആത്മീയ ദർശനത്തിലേക്ക് പോയതല്ല. ആത്മീയതയിൽ കൂടി ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ധീരനായ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. എല്ലാം ഒഴിവാക്കി നമ്മുടെ പരമാത്മാവിൻ്റെ ദർശനത്തോടു കൂടി എല്ലാം ഒഴിവാക്കി ഒരു നല്ല ആശയത്തിലേക്ക് വന്നു. അതായത് എതിർത്ത ആളുകൾ പ്രജാപിത ഈശ്വര വിദ്യാലയം തകർക്കുന്നതിന് വേണ്ടി ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും പൊളിറ്റിക്സായിട്ട് അദ്ദേഹത്തെ ശത്രുത മനോഭാവത്തോടു കൂടി അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തെ എതിർത്തു. അദ്ദേഹം വാളുകൊണ്ടോ കത്തി കൊണ്ടോ അല്ലെങ്കിൽ സംഘർഷത്തോടു കൂടി ഏറ്റുമുട്ടി വിജയിച്ചതല്ല. സ്വന്തം മനസ്സിൽ നല്ല വാക്കുകൾ, നല്ല ആശയങ്ങൾ, ആ ആശയപരമായുള്ള ദീർഘവീക്ഷണം, കാഴ്ചപ്പാട്, അതിൽ കൂടിയാണ് ഇന്ന് ഈ ലോക രാഷ്ട്രങ്ങളിൽ ബ്രഹ്മകുമാരീസ് പ്രജാപിത ഈശ്വര വിദ്യാലയം നിലനിൽക്കുന്നത്. ആ വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥികളെ നമ്മൾ മക്കളാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ സിസ്റ്റർ, മിനി സിസ്റ്റർ, ഞാൻ ബന്ധപ്പെടുന്ന മാനന്തവാടിയുള്ള സെൻറ്ററുമായി ബന്ധപ്പെട്ട് സുജന സിസ്റ്ററുമായുള്ള ആദ്യത്തെ ഇതിൻ്റെ അകത്തോട്ടുള്ള പ്രവേശനത്തിൽ കൂടി ബന്ധമുള്ളത് കൊണ്ടാണ് അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് ഈ പരിപാടി വരാൻ കഴിഞ്ഞതും നിങ്ങളെ കാണാൻ കഴിഞ്ഞതും. ഇല്ലെങ്കിൽ വരാൻ കഴിയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാകണം. നമുക്ക് മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മൾ ഒരിക്കലും അഹങ്കാരികളാകരുത്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം സ്വന്തം അമ്മയോടും അച്ഛനോട് പോലും സംസാരിക്കാൻ മനസ്സില്ലാത്ത മക്കൾ, അവർ സമയമില്ല. അവർ ഏത് സമയവും യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയോട് പോലും സംസാരിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതം വലിയ തിരക്കുള്ള ജീവിതമാണ്. പക്ഷേ ആ തിരക്കുള്ള ജീവിതത്തിലും അവരുടേതായ ചില കാര്യങ്ങളിൽ അവർ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രകൃതിയുമായി യോജിക്കേണ്ടതുണ്ട്, പ്രപഞ്ചമായി യോജിക്കേണ്ടതുണ്ട്. പ്രകൃതിദത്തമായ പ്രപഞ്ചത്തിൽ കിട്ടുന്ന ഔഷധ ഗുണമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. നല്ല ശ്വാസം, നല്ല വായു നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതൊക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് കണക്ടിവിറ്റി ആയിരിക്കണം. എന്തായിരുന്നാലും അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, ഇതേപോലൊരു പ്രിയപ്പെട്ട മഹേഷ് ഏട്ടൻ്റെ സ്ഥാപനത്തിൽ ഇവിടുത്തെ ജീവനക്കാർക്കടക്കമുള്ള ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ ആവിഷ്കരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്നും ഗുണകരമായി തീരുന്നതിന് വേണ്ടി വളഞ്ഞ വഴിയിൽ കൂടി നീങ്ങാതെ
സ്ട്രെയിറ്റ് ഫോർവേഡായി പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ജ്ഞാനവും ഭക്തിയും കർമ്മവും ക്രിയയൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സും ശരീരവും പരമാത്മാവിൽ സമർപ്പിച്ച് ബ്രഹ്മഭാവയുടെ മക്കളായി ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പ്രശ്നമില്ലാതെ ഞാൻ കണ്ടു. അവിടെ മൗണ്ടോയിൽ ചെന്നപ്പോൾ തട്ടമിട്ട സഹോദരിമാരെ ഞാൻ കണ്ടു. ഞാൻ 7 ദിവസം അവിടെ നിന്നിരുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള എതിർത്ത പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇതിനെ ബ്രഹ്മഭാവയെ ശക്തമായി എതിർത്ത പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇന്ന് ബ്രഹ്മഭാവയുടെ സന്നിധിയിലെത്തുന്നു. അതാണ് ഏറ്റവും അവിടെ ഞാൻ കണ്ടത്. തട്ടമിട്ട സഹോദരിമാർ, കഴുത്തിൽ കൊന്ത തൂക്കിയ സഹോദരിമാർ, നെറ്റിയിൽ സിന്ദൂരം തൊട്ട സഹോദരിമാർ, എല്ലാവരും അവിടെ വരാറുണ്ട്. അതാ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അതല്ല വേണ്ടത്. എന്തു തന്നെയായാലും മനസ്സാണ് നന്നാകേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ വിദ്യാർത്ഥികളിപ്പോൾ വിദ്യാലയങ്ങളിൽ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈശ്വര പ്രാർത്ഥന മനസ്സ് നന്നാകട്ടെ, മതമേതെങ്കിലും ആവട്ടെ എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് നന്നാകണം. മനസ്സ് നന്നായാൽ മാത്രമേ നമുക്കെല്ലാം കർമ്മയോഗിയായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി ബ്രഹ്മകുമാരീസ്, നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഭായിമാരൊക്കെ നയിക്കുന്ന നമ്മുടെ സ്ഥാപനം, നമ്മുടെ ബ്രഹ്മഭാവയുടെ ഈശ്വര പ്രജാപിത ബ്രഹ്മകുമാരീസ് വിദ്യാലയം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഭക്തിയോടുകൂടി ആത്മീയതയോടുകൂടി യോഗ ചെയ്ത് ശാരീരികമായും മാനസികമായുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കി മനസ്സും ശരീരവും കണക്ടിവിറ്റിയാക്കി ആ കണക്ടിവിറ്റിയോടുകൂടി പരമാത്മാവിലേക്ക് സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും ദീർഘായുസ് നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓം ശാന്തി. അതായത് എന്താണ് മെഡിറ്റേഷൻ? ശരീരത്തിൻ്റെ ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുമ്പം യോഗാസനങ്ങൾക്ക് ആണ് പ്രാധാന്യം. അപ്പം നമ്മളിവിടെ ബ്രഹ്മകുമാരീസ് കുറേയും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? മെഡിറ്റേഷനും കൂടെ വേണം. ശരിക്കും ധ്യാനം എന്ന് പറയുന്നത് സങ്കല്പശക്തിയാണ്. ഞാൻ 2 ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. പണ്ട് ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ചേർന്നിട്ട് ഒരു ഭയങ്കര സമ്മേളനമായിരുന്നു. അതിൽ അവർ പറയായിരുന്നു, ഇങ്ങനെ ഭൂമിക്ക് നാശത്തിന് വേണ്ടി എത്ര സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഭൂമി നശിക്കേണ്ട അവസ്ഥയിലാണ്, എന്തെല്ലാം പിന്നെ ഉൽക്കകൾ വരുന്നു, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നാശത്തിന് വേണ്ടിയുള്ള എല്ലാ ലക്ഷണങ്ങളുമാണ് കാണുന്നത്. അപ്പോൾ അവസാനം ഭൂമി നശിക്കുക തന്നെ ചെയ്യുമോ എന്നുള്ളതാണ് ആര് ചെയ്യുന്ന ചർച്ച? ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ അവരുടെ ഒരു സീനിയർ സയൻറ്റിസ്റ്റ് ഉണ്ട്, കാരണവർ, ശാസ്ത്രജ്ഞന്മാരുടെ കാരണവർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതിനെന്താണ് അവസാനം എന്തായിരിക്കും സംഭവിക്കുകയാണ്? അപ്പോൾ സയൻസ് തന്നെയാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലുത്. അപ്പോൾ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു നാശത്തിലേക്കും കൊണ്ടുപോകുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സയൻറ്റിസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സയൻസിൻ്റെ ശക്തിയേക്കാളും വളരെ ഉയർന്നൊരു ശക്തിയുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ്. സയൻസ് കണ്ടുപിടിച്ചതാരാ? മനുഷ്യനാണ്. മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് സയൻസ് കണ്ടുപിടിച്ചത്. അപ്പം മനസ്സിൻ്റെ സങ്കല്പങ്ങളുടെ ശക്തിയുടെ ഏകാഗ്രത. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ശ്രേഷ്ഠമായ ശാന്തമായ ചിന്തകളെ കൊണ്ട് നമുക്കിതിനെല്ലാം ശാന്തമാക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ഇൻ്റർനാഷണൽ യോഗ ഡേക്ക് ഒരു ഡോക്ടർ എക്സ്പീരിയൻസ് പറയായിരുന്നു, നമ്മളുടെ ഡോക്ടർ ബായി. അദ്ദേഹം കാർഡിയോളജിസ്റ്റാണ് ഡൽഹിയിൽ. അദ്ദേഹം പറഞ്ഞ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ
പെട്ടെന്ന് അദ്ദേഹം ബോധം കെട്ട് വീണു. ആ സമയത്ത് അദ്ദേഹം വീക്കെയാണ്. ടെസ്റ്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമറായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇത് മാറ്റാൻ പറ്റില്ല. ആദ്യത്തെ ഒരു സർജറി കഴിഞ്ഞു, പക്ഷേ ഇതിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, ഇത് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പം ഇദ്ദേഹത്തിന് ചെറുപ്പക്കാരനാണ്, കുമാരനാണ്. ഇദ്ദേഹം ഗുൽസാദ് ദാദിജിയെ ഒരു പ്രാവശ്യം കാണാൻ ചെന്നതാണ്. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ദാദിജി ചോദിക്കും എന്താണ് ഹെൽത്ത് ഇഷ്യൂ. അപ്പോൾ ദാദി പറയും ഇങ്ങനെ, ഇദ്ദേഹം പറയും ദാദി ഇങ്ങനെയാണ്, ഡോക്ടർമാരെല്ലാം കൈവിട്ടു എന്ന് പറയും. അപ്പം ദാദിജി പറയും നമ്മുടെ കയ്യിൽ ഒരുപാട് ഹീലിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അത് ചെയ്തൂടെ എന്ന് ചോദിക്കും. അപ്പം എന്താണ് ദാദിജി പറഞ്ഞു കൊടുത്തെന്നറിയോ? എല്ലാ ദിവസവും വെള്ളം, നിങ്ങൾ കുടിക്കുന്ന വെള്ളം ചാർജ് ചെയ്ത് കുടിക്കണം. അതൊന്ന്, എല്ലാ ദിവസവും ആ ശക്തി നിറച്ചിട്ട് കുടിക്കണം. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദാദിജി പറഞ്ഞു കൊടുത്തത്, അതായത് ഈ ബ്രെയിനിലല്ലേ അദ്ദേഹത്തിന് അസുഖം, ബ്രെയിനിന് ഡെയിലി ബാബയുടെ അഥവാ പരമാത്മാവിൻ്റെ സകാശ് കൊടുക്കണം, ലൈറ്റും മൈറ്റും അത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ അദ്ദേഹം നീണ്ട 2 വർഷം ദാദിജി പറഞ്ഞത് അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നെന്ന്. ഈ 2 വർഷം പലരും ചോദിച്ചെന്ന് പോയി ടെസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചത്, സ്കാൻ ചെയ്യുന്നില്ലെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ദൃഢസങ്കല്പമാണ്. പിന്നെ ദാദിജി പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ബാബയുടെ മേലുള്ള വിശ്വാസം, അദ്ദേഹത്തിൻ്റെ അസുഖം മാറി. ഇന്ന് അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഫസറാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നിടത്ത് അദ്ദേഹത്തിന് അസുഖമില്ല. അങ്ങനെ അപ്പം അത് ഏതിലൂടെയാണ് മാറിയത്? മെഡിറ്റേഷൻ്റെ പവർ. മെഡിറ്റേഷൻ്റെ പവർ എന്ന് വെച്ചാൽ എന്താണ്? വിശ്വാസത്തിൻ്റെ ശക്തിയാണ്, ദൃഢമായ സങ്കല്പത്തിൻ്റെ ശക്തിയാണ്. അപ്പം എന്താണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വയം ആരാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് കണക്ഷൻ ഉള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭൗതിക ജീവി ആയതുകൊണ്ട്, ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്ന് ശരീരമായിട്ട് ബന്ധമുണ്ട്. ശരീരമായിട്ട് ബന്ധമുള്ളതിന് മുമ്പേ ആത്മാവിന് ബന്ധമുള്ളത് തൻ്റെ ഫീലിങ്സുമായിട്ടാണ്. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യൻ്റെ ഉള്ളിലെ തെറ്റായ ഫീലിംഗാണ്, തെറ്റായ ചിന്തകൾ, തെറ്റായ പ്രതികരണങ്ങൾ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നെഗറ്റീവാണെന്ന് അറിയുന്നത്. അപ്പോൾ ഈ നെഗറ്റീവിന് പകരം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ശീലം കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫീലിംഗും എന്താവും? നല്ലതായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. അപ്പം എൻ്റെ ചിന്തകൾ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം ബാധിക്കുന്നത് ആദ്യം എൻ്റെ മനസ്സിനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സിനെയാണ്. അടുത്തത് എൻ്റെ ചിന്തകൾ ബാധിക്കുന്നത് എൻ്റെ തന്നെ കൂടെ സദാ ഉള്ള ഈ ശരീരത്തിനെയാണ്. ശരീരത്തിലെ ഓരോ ഭാഗത്തിനെയും നമ്മുടെ ചിന്തകളുടെ വൈബ്രേഷൻ, ആ തരംഗങ്ങളെ എഫക്റ്റ് ചെയ്യും. അടുത്തത് ബാധിക്കുന്നത് എൻ്റെ കുടുംബത്തിലെ ആൾക്കാർ. ഞാൻ എത്ര നന്നായിട്ട് ചിന്തിക്കുന്നോ, എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ, എത്രത്തോളം ഞാൻ മനസ്സിൻ്റെ ആ ചിന്തകൾക്ക് ശ്രദ്ധ കൊടുക്കുന്നോ, ആ ചിന്തകൾ ആരെ ബാധിക്കും? ആ വൈബ്രേഷൻ എൻ്റെ കുടുംബാംഗങ്ങളെ ബാധിക്കും. അഥവാ പിന്നെ അടുത്തത് പ്രകൃതി, പിന്നെ ഈ ലോകം, ഇതിനെല്ലാം ബാധിക്കും. അപ്പോൾ പണ്ടൊക്കെ ആളുകൾ പ്രകൃതിയെ നിയന്ത്രിക്കുമായിരുന്നു, അല്ലേ? മാമ്പഴം വേണമെന്ന് വിചാരിക്കുമ്പോൾ ആ കൊമ്പങ്ങ് ചാഞ്ഞു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിക്കല്ല ശക്തി, മനുഷ്യൻ്റെ മനസ്സിനാണ് ശക്തി. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. സമാധാനവും യുദ്ധവും സന്തോഷവും ദുഃഖവും സുഖവും ഒക്കെ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ ആരംഭം മനസ്സിൽ നിന്നാണ്. അപ്പോൾ മനസ്സിലേക്കാണ് രാജയോഗം നമ്മളെ കൊണ്ടുപോകുന്നത്. ആ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെ 2 പുരികങ്ങളുടെയും മധ്യത്തിൽ, ഈ ശരീരത്തിൽ തന്നെ ആത്മാവിൻ്റെ അകത്താണ് ഈ മനസ്സിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആത്മാവിൻ്റെ ആദ്യത്തെ സൂക്ഷ്മ ശക്തി എന്ന് പറയുന്നത് മനസ്സാണ്. പിന്നെയാണ് ബുദ്ധി, അതിൻ്റെ അടുത്തതാണ് സംസ്കാരം, സ്വഭാവം, ഗുണങ്ങൾ, പെരുമാറ്റം ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യം മനസ്സിനെ ശാക്തീകരിക്കാനാണ് ഇവിടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിനെ എങ്ങനെ ശാക്തീകരിക്കാം? എന്നും മനസ്സിൽ വരുന്ന ചിന്തകളെ മാറ്റിയെടുക്കണം, പരിവർത്തനം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. നെഗറ്റീവ്, വേസ്റ്റ്, അൺനെസസറി ആയിട്ടുള്ള തോട്ട്സ്, ഇതിനെല്ലാം പകരം ഒരു ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ നമ്മൾ ചിന്തിക്കുക, ഇതിനെല്ലാം പകരം പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഇനി അടുത്തത്, നമുക്ക് ഇത്രയും കണക്ഷൻസ് ഉണ്ട്, അല്ലേ? ആത്മാവിന് തൻ്റെ ഫീലിങ്സായിട്ട് കണക്ഷൻ, ശരീരവുമായിട്ട്, കുടുംബാംഗങ്ങളുമായിട്ട്, സ്വന്തം കുടുംബാന്തരീക്ഷം, പുറത്തെ വായുമണ്ഡലം, പ്രകൃതി, അതുപോലെ ലോകം, നമ്മൾ താമസിക്കുന്ന ഈ കർമ്മക്ഷേത്രം. ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ആ ബ്രഹ്മ തത്വത്തിൽ, ബ്രഹ്മലോകത്തിലിരിക്കുന്ന പരമാത്മാവുമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടെ നമുക്കുണ്ട്.
അത് പക്ഷേ ലോകത്തിലുള്ള ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമില്ല, അത് അപ്ലൈ ചെയ്യുന്നില്ല ഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ അതും കൂടെ നമ്മൾ കൊണ്ടുവന്നാൽ ബാക്കി എല്ലാ കണക്ഷനും ശരിയാവും. കാരണം പരമാത്മാ ഏറ്റവും പവറുള്ള ആളാണ്, പരമമായ ശക്തിയാണ്. ആ പരമമായ ശക്തിയെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കണക്ഷൻ ആ ഈശ്വരനായിട്ട് വരും. അതിലൂടെ ബാക്കി എല്ലാ കാര്യങ്ങളെയും പെട്ടെന്ന് നമുക്ക് പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അപ്പം ഇന്ന് ഈ യോഗ ഡേ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം, ആ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടാം. അതിലൂടെ നമുക്ക് നമ്മളെ മാറ്റാം. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ്? ഒന്ന് എൻ്റെ വിശ്വാസം, എനിക്ക് എൻ്റെ മേലുള്ള ഫെയ്ത്ത്, വിശ്വാസം വരണം. അടുത്തത് പരമാത്മാവിലുള്ള വിശ്വാസവും വരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ നമ്മുടെ മനസ്സിലെ പോസിറ്റീവായ എനർജി നിറഞ്ഞ ചിന്തകൾ, നല്ല ചിന്തകളെ കൊണ്ടുവരാവൂ. അപ്പോൾ ഒരു ചിന്ത ഞാൻ സൃഷ്ടിക്കുമ്പോൾ അതിനു മുമ്പേ ഞാൻ ചിന്തിക്കണം, എൻ്റെ ചിന്ത ഏത് തരത്തിലുള്ള ചിന്തയാണ്. അത്രയ്ക്കും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തകളുടെ മേലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ ചിന്തകളുടെ മേലുള്ള അപ്ലിക്കേഷനിലൂടെ ആ ചിന്തകളെ, അതായത് ഏറ്റവും പവിത്രമായ, ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും ലക്ഷ്യബോധമുള്ള ശ്രേഷ്ഠമായ ചിന്തകളെ വാക്കുകളാക്കി, കർമ്മങ്ങളാക്കി, നമ്മുടെ പെരുമാറ്റമാക്കി, നമ്മുടെ സ്വഭാവമാക്കി, ഗുണങ്ങളാക്കി മാറ്റണം. ഇതാണ് രാജയോഗം. ഇപ്പം രാജയോഗം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുന്നു, ആ സമയം മാത്രമാണ് രാജയോഗം അഭ്യസിക്കുന്നത് അല്ല. രാജയോഗം എന്ന് പറയുന്നത് 24 മണിക്കൂറുമാണ് അഭ്യസിക്കേണ്ടത്. ആ രാജയോഗത്തിൻ്റെ, ആ മെഡിറ്റേഷൻ്റെ പവർ നമ്മൾ എത്ര നേരം ചെയ്യുന്നോ അത് പിന്നീടുള്ള സമയത്ത് അത് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മളുടെ പ്രവൃത്തിയിലൂടെ അത് പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കണം. ഇതാണ് രാജയോഗത്തിൻ്റെ ലക്ഷ്യം. ഇതിലൂടെ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് എന്താ സംഭവിക്കുക? ഈ ലോകം വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ലോകമായിട്ട് മാറും. അതിനെ നമ്മൾ സ്വർഗം, വൈകുണ്ഠം എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഇപ്പം ഇനി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. എല്ലാവരും നേരെ ഇരിക്കണം. കയ്യിലൊന്നും ഒരു സാധനം പിടിച്ചുകൊണ്ടിരിക്കരുത്. എല്ലാ സാധനങ്ങളൊക്കെ മാറ്റിവെച്ച് വളരെ ഇൻഡിപെൻഡൻ്റായി സ്വതന്ത്രമായിരിക്കണം. നേരെ ഇരിക്കണം. എല്ലാവരും കൈകാലുകൾ ചേർത്ത് വെച്ചിരിക്കണം. ഓം ശാന്തി. ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നു. മെല്ലെ മെല്ലെ ഞാൻ എൻ്റെ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുന്നു. ആ ചിന്തകളെല്ലാം മറ്റുള്ള കാര്യങ്ങളിലേക്ക് അലയാതെ എൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലേക്ക് വരുന്നു. ഞാൻ എന്ന ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം ഒരു അഭൗതികമായ പഞ്ചതത്വങ്ങൾക്കതീതമായ ഒരു പ്രകാശമാണ്. അണുവിനേക്കാളും അതിസൂക്ഷ്മമായൊരു പ്രകാശ കണം. ആത്മാ, ജീവൻ, പ്രാണൻ എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഞാൻ രണ്ട് പുരികങ്ങൾക്കും മധ്യത്തിൽ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം പോലെ എന്നെ കാണുന്നു. അതിശക്തമായി ഞാൻ സങ്കല്പിക്കുന്നു. ഞാൻ അനശ്വരമായ, അജർ അമർ അവിനാശിയായ, ശക്തികൾ നിറഞ്ഞ, ശാന്തി നിറഞ്ഞ ഒരു ആത്മചൈതന്യമാണ്. നെറ്റിയിൽ രണ്ട് പുരികങ്ങൾക്ക് മധ്യത്തിൽ ഞാൻ ആ ചൈതന്യം കാണുന്നു, ഫീൽ ചെയ്യുന്നു.
അത് വൈബ്രേഷനായി ഈ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് ഞാൻ വളരെ സൂക്ഷ്മത്തിൽ അറിയുന്നു. സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ നാനാഭാഗത്തും പരക്കുന്നത് പോലെ ഞാനാകുന്ന ആത്മാ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ശരീരത്തിൻ്റെ ഓരോ അംശത്തിലും ചെന്നെത്തുന്നു. ശരീരത്തിൻ്റെ നശിച്ചുപോയ കോശങ്ങൾ പോലും മെല്ലെ മെല്ലെ പുനർജീവിക്കാൻ തുടങ്ങുന്നു. ഞാനിനി മെല്ലെ എൻ്റെ മനസ്സിനെ അഥവാ എൻ്റെ സങ്കല്പങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും നാഥനായ പരമാത്മാ ശക്തിയുടെ അടുക്കലേക്ക് എത്തിച്ചേരുകയാണ്. എങ്ങനെയാണോ ഒരു വിമാനം പൊങ്ങി പൊങ്ങി അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പക്ഷി പറന്ന് പറന്ന് മേലോട്ട് പോകുന്നത്, അതേപോലെ ആത്മചൈതന്യമായ പ്രകാശകണമായ ഞാൻ മുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. അങ്ങനെ പരലോകത്തിൽ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. വളരെ 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 മേലെ ഏറ്റവും ഉയരങ്ങളിൽ ഏറ്റവും മുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് അവിടെ ഏറ്റവും മുകളിൽ പരമാത്മാ ശക്തി ഉണ്ട്. ഞാൻ ഈശ്വരൻ്റെ മുന്നിലിരിക്കുന്നു. എൻ്റെ മനസ്സാകുന്ന കണ്ണുകൊണ്ട് ഞാൻ പരമാത്മാവിനെ മാത്രം കാണുന്നു. പരമാത്മാ ശക്തികൾ അനുഭവിക്കുന്നു. മൊത്തം ആ ഈശ്വര ശക്തി എന്താണെന്നുള്ളൊരു ഫീലിങ്ങിലാണ് ഞാൻ. ആ ഈശ്വര സ്നേഹത്തിലേക്ക്, പരമമായ ശാന്തിയിലേക്ക് ഞാൻ കുറച്ചു നേരം ആ അനുഭൂതിയിലേക്ക് മുഴുകുന്നു. തിരിച്ച് ഈശ്വരൻ്റെ ഓർമ്മയിൽ തന്നെ മനസ്സിൻ്റെ ആ അവസ്ഥയിൽ തന്നെ ഞാൻ വരുന്നു. തിരിച്ച് ഈ ശരീരത്തിലേക്ക് എന്നിൽ നിന്നും മുഴുവൻ ലോകവും പവിത്രമായ ഈശ്വരീയ ശക്തി കിരണങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനൊരു ലൈറ്റ് ഹൗസാണ്. സൽഗുണങ്ങളുടെ കിരണങ്ങൾ ഈ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. ലോകം മുഴുവൻ പരന്നുകൊണ്ടിരിക്കുന്നു. അവസാനം 3 പ്രാവശ്യം ഓം ധ്വനിയിലൂടെ നമുക്കിത് മെഡിറ്റേഷൻ സമാപ്തമാക്കാം. ഓ
ശാന്തി. ഓ ശാന്തി. ഓ ശാന്തി. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ MLA അവർകൾ പറഞ്ഞു തന്നെ ഇവിടെ പോത്തീസ് എന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ കുറിച്ചും ഈ സേവനത്തെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയുമെന്ന് അറിഞ്ഞുകൂടാ, പുതിയവരും കാണും. അപ്പോൾ ഇവിടെ എപ്പോഴും കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ഒരുപാട് ഓഫീസുകളിലൊക്കെ കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോഴ്സുകൾക്കൊരു വിരാമമൊന്നുമില്ല. കോഴ്സുകളുടെ പുറകെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുക. അതായത് ഇവിടെ പോത്തീസ് എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇവിടെ കോഴ്സ് നിന്നിട്ടേയില്ല. ഓരോ കോഴ്സിലും 100 പേര്. ഇപ്പം കഴിഞ്ഞ ഇവിടെ നടന്ന കോഴ്സിൽ 150 പേര്, അത് 200 പേരാ, 150 200 പേര്. ഇങ്ങനെ എവിടെ നടക്കുന്നുണ്ട്? എവിടെയും നടക്കുന്നില്ല. അത്രയും പേര് ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടുത്തെ സ്റ്റാഫിന് സമയം കൊടുത്ത് ഓഫീസ് ടൈമിൽ തന്നെ, വർക്ക് അവേഴ്സിൽ തന്നെ അവരെ പിടിച്ചിരുത്തി. 1 മണിക്കൂർ കോഴ്സ് എന്നാണ് പറയുക, അത് 2 മണിക്കൂറാവും. അങ്ങനെ കോഴ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം അറ്റൻഡ് ചെയ്തത്. മാത്രമല്ല ഇവിടെ എന്ത് പ്രോഗ്രാം നടന്നാലും അതിൽ ബ്രഹ്മകുമാരീസിൻ്റെ ഒരു ക്ലാസ് കാണും, ഒരു മോട്ടിവേഷണൽ ക്ലാസ് കാണും. അങ്ങനെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ വീടുകളിൽ നിന്ന് നമുക്ക് അനുഭവം എത്തും. അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു, രാവിലെ എഴുന്നേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനുഭവങ്ങൾ നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അപ്പോൾ ഇതൊരു വലിയ സേവനമാണ്. പോത്തീസ് ഇവിടെ വന്നത് തന്നെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദറിൻ്റെ അടുത്ത്, ബ്രദറിനെ അടുത്തടുത്ത ജില്ലകളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയും ബാബ സുഖമായിട്ട് കുറേ പേർക്ക് മെഡിറ്റേഷൻ പഠിക്കാൻ. കാരണം സാധാരണഗതിയിൽ മെഡിറ്റേഷൻ പഠിക്കാൻ എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് സമയം കണ്ടെത്തി വരണ്ടേ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഇവിടെ നിന്ന് തന്നെ താഴ്ന്ന് മേലോട്ട് വന്നാൽ മതി. അങ്ങനെ അപ്പം അതുകൊണ്ട് വളരെ വലിയ സേവനമാണ്. എന്നിട്ട് ഇത്രയും തിരക്കിനിടയിലും ബ്രദർ എല്ലാ വർഷവും മൗണ്ട് അബു പോവും. ഇനിയിപ്പോൾ ഈ വർഷം മദ്രാസിൽ ബട്ടി ഉണ്ടെങ്കിൽ അതിനും വരും. അങ്ങനെ ഒന്നും മിസ് ചെയ്യാറില്ല, ഒറ്റ വർഷം പോലും മിസ് ചെയ്യാറില്ല. അപ്പം അതിനെല്ലാം ബ്രദറിന് വളരെ വളരെ ആശംസകളും താങ്ക്സും. ശാന്തി. ഓം ശാന്തി. ഇന്നത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം 2015 സ്റ്റാർട്ട് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം അദ്ദേഹം ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ തുടങ്ങിവെച്ച ഒരു നല്ലൊരു പരിപാടി, ഭാരതം എന്താണെന്നും ലോകത്തിന് മൊത്തം അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുടങ്ങിവെച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ ദിവസമായ ഇന്ന് നമ്മുടെ വേദി അലങ്കരിക്കാനെത്തിയ സുൽത്താൻ ബത്തേരി MLA ബാലകൃഷ്ണൻ സാറ്, അദ്ദേഹം തൻ്റെ ചെറിയ വയസ്സിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം മുന്നോട്ട് പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ബന്ധപ്പെട്ടതാണ്. ഭഗവാൻ ഇങ്ങനെയാണ് ഓരോ നാടകവും ഭൂമിയിൽ രചിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ബ്രഹ്മകുമാരീസിൻ്റെ ഒരു ബോർഡ് കണ്ടു കാണും, ഒരു എക്സിബിഷൻ കണ്ടു കാണും, എന്തെങ്കിലും ഒരു സേവനം കണ്ടു കാണും, എന്തിന് ഒരു നോട്ടീസ് കണ്ടു കാണും. അതിൽ നിന്ന് പിന്തിരിഞ്ഞവരെ നിന്ന് കാണും. ഞാൻ തന്നെ അങ്ങനെയായിരുന്നു. പല പ്രാവശ്യം ആറ്റുകാലിൽ എക്സിബിഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ കയറി കാണും, പക്ഷെ ഒന്നിനെയും നിരാകരിക്കില്ല. കണ്ടുപോയ ഞാൻ എൻ്റെ സമയം വന്നപ്പോൾ ഞാൻ അതിലോട്ട് കാലെടുത്ത് വെച്ചു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു നിമിത്തമാക്കി ഭഗവാൻ എന്നെ നിയമിച്ചു. അപ്പം എൻ്റെ ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ വേദി നമുക്കെല്ലാം അറിവ് തന്ന് നമ്മുടെ ധന്യമാക്കിയ ശ്രേഷ്ഠ വ്യക്തികൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. അതിന് ആദ്യമായിട്ട് ബാലകൃഷ്ണൻ സാറിന്, പോത്തീസ് MD മഹേഷ് സാറിൻ്റെയും ലക്ഷ്മി മാഡത്തിൻ്റെയും ആ കുടുംബത്തിൻ്റെയും എല്ലാത്തിനുപരി നമ്മൾ പോത്തീസ് BKസിൻ്റെ പേരിലും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി നമ്മുടെ തിരുവനന്തപുരം പോത്തീസിൻ്റെ പ്രജാപിത ബ്രഹ്മകുമാരീസിൻ്റെ ഡയറക്ടർ മിനി സിസ്റ്റർ, ഒപ്പം
ആറ്റിങ്ങലിൽ നിന്ന് വന്ന ലതാ സിസ്റ്റർ, അനിൽ ബായി, ഒപ്പം പിന്നണിയിൽ പ്രവർത്തിച്ച നമ്മുടെ ഷൈനി സിസ്റ്റർ, പിന്നെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് സേവാധാരികളായിട്ടുള്ള നമ്മളെ BKകളുണ്ട്. അവരുടെ എല്ലാവരുടെ പേരിലും ബ്രദറിന് നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ അറിവിൽ യോഗ, നമുക്കറിയാം രാജയോഗം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സിരിക്കുന്നുള്ള ഒരു കോൺസെപ്റ്റാണ് യോഗയുടെ പ്രാധാന്യം. അപ്പോൾ ആരോഗ്യമുള്ള ശരീരവും മനസ്സും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ ഒരു പൊക്കിൾക്കൊടി ബന്ധത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്നത്, ആ പൊക്കിൾക്കൊടിയുടെ ബന്ധം വേർപെടുമ്പോൾ ആ കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ശരീരമാകുന്ന ഗർഭപാത്രത്തിനുള്ളിൽ നമ്മുടെ ആത്മാവാകുന്ന കുഞ്ഞ് നമ്മുടെ ശ്വാസം എന്ന് പറയുന്ന ഒരു പൊക്കിൾക്കൊടി ബന്ധത്തിൽ കൂടെയാണ് ബന്ധിച്ച് കിടക്കുന്നത്. ഈ രഹസ്യം നമുക്ക് പലർക്കും അറിയില്ല. ക്ലാസ്സുകളുടെ എടുക്കുമ്പോൾ നമ്മുടെ സജീവമായി പറഞ്ഞു തന്നിട്ടുണ്ട്, അവസാന നിമിഷം ഭഗവാനെ കാണും, ICU, ആരെ? ദൈവത്തിനെ കാണും ICUവിൽ കിടക്കുമ്പോൾ. നമ്മളൊക്കെ അറിയാം, ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് തരുന്നത് ശ്വാസമാണ്. എന്തിനാ ശ്വാസം തരുന്നത്? അത് തന്നെയാണ് ജീവന്റെ നിലനിൽപ്പ്. ആ ശ്വാസത്തെയും ശ്രദ്ധിക്കണം. ആ ശ്വാസമാണ് നമ്മൾ ജീവന്റെ നാഡി. 2,70,000-ഓളം കാണാൻ പറ്റുന്നതും സൂക്ഷ്മമായിട്ട് കാണേണ്ട നാഡി ഞരമ്പുകളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ദശനാഡികൾ എന്ന് പറയുന്ന ഇട, പിങ്കള, സുഷുപ്ന, ഗാന്ധാരി, ഹസ്തിജിഹ്വ, പൂഷ, യശസ്വിനി, അലംബുസ, കുഹു, ശങ്കിനി എന്ന് പറയുന്ന 10 നാഡികൾ. ഈ 10 നാഡികളും നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കണം. അവയുടെ ഉദ്ദീപനത്തിൽ കൂടി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുക. അത് തന്നെയാണ് ഗുപ്തമായിട്ടാണെങ്കിലും പറഞ്ഞത്, നമ്മൾ യോഗ ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇതുണ്ടാകും. ആ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മനസ്സിനും അതിൽ ഉറച്ചിരിക്കാൻ പറ്റൂ. അപ്പം ശരീരം ആരോഗ്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? മിനിസ്റ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിൽ, വണ്ടി മോശമാണെങ്കിൽ അവസാനം വണ്ടി അവിടെ ഇട്ടിട്ട് ഡ്രൈവർ ഇറങ്ങി അങ്ങ് പോവും. അപ്പം അതിനുള്ള ഒരു ഇട നൽകാതെ ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് വേണ്ടി ഇന്നത്തെ ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഈ സെലിബ്രേഷനിൽ നമ്മളെല്ലാവരും ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് വേണ്ടി, അപ്പം നമ്മൾ പഠിക്കുന്ന രാജയോഗ കൊണ്ടുള്ള ഗുണം എന്തെന്ന് വിചാരിക്കണം. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന കണ്ണും കാതുമാണ്. അതിന് മുന്നിൽ വരുന്ന ഒരു അരിപ്പയാണ് ഈ രാജയോഗം എന്ന് ഞാൻ പറയുന്നു. അത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അരിപ്പ എന്ന് പറയാൻ കാരണം, ഈ കണ്ണിൽ കൂടി നമ്മൾ വേണ്ടതും വേണ്ടാത്തതും എല്ലാം കാണും. ആ രാജയോഗ പഠിക്കുന്ന ഒരു വ്യക്തി, ഭഗവാന്റെ ആ കൈപിടിച്ച് നടക്കുന്ന ഒരു വ്യക്തി, അതിൽ നല്ലത് മാത്രം അരിച്ച് ഉള്ളിലോട്ടെടുക്കണം. അതുപോലെ കാത്, അതുപോലെ പുറത്ത് വായിൽ കൂടി പുറത്ത് പറയുന്നതും പറയാൻ പാടുള്ളതേ പാടുള്ളൂ. ഇത് തന്നെയാണ് അതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു ഇത്. അതുപോലെ ഇന്നത്തെ തീം എന്ന് പറയുന്നത് തന്നെ സെൽഫ് ആൻഡ് സൊസൈറ്റി. സ്വയത്തിന് വേണ്ടിയിട്ടും ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് ഇവിടെ വന്ന എല്ലാ പോത്തീസ്, തിരുവനന്തപുരത്ത് ഈ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ വന്ന എല്ലാ പോത്തീസ് ആത്മീയ സഹോദരങ്ങൾക്കും എൻ്റെയും പോത്തീസ് BKസിൻ്റെ പേരിലും സാറ് മഹേഷ് സാറിൻ്റെയും മാഡത്തിൻ്റെയും ഞങ്ങൾ പോത്തീസ് മുഴുവൻ കുടുംബത്തിൻ്റെ പേരിലും ഹാർദവമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി.